ഇന്ന് പൈ അപ്രോക്സിമേഷൻ ഡേ അല്ലെങ്കിൽ കാഷ്വൽ പൈ ഡേ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, കുറച്ച് മാസം മുമ്പേ മാർച്ചിൽ നമ്മളൊരു പൈ ഡേ ആചരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അത് വേറെ ഇത് വേറെ. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. അന്ന് നമ്മൾ ആചരിച്ചത് പൈ ഡേ ആണെങ്കിൽ ഇന്ന് പൈ അപ്രോക്സിമേഷൻ ഡേ അല്ലെങ്കിൽ കാഷ്വൽ പൈ ഡേ. അപ്പൊ എന്താണ് ഈ 2 ദിവസങ്ങൾ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവിടെ നമുക്ക് പൈ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എല്ലാവരും ചെറുപ്പം മുതലേ 2 വാല്യൂസ് പഠിക്കുന്നുണ്ട്. പൈ ഒന്നുകിൽ 3.14 അല്ലെങ്കിൽ 22/7 അല്ലേ? ഇതിലെ 2 വാല്യൂസിനെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് 2 ഡേയ്സ് വന്നിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ വാല്യൂ ആയ 3.14ലെ 3 മന്ത് ആയിട്ടും 14 അഥവാ 14 ഡേ ആയിട്ടും കൺസിഡർ ചെയ്താണ് മാർച്ച് 14 നമ്മൾ പൈ ഡേ ആയി ആചരിക്കുന്നത്. ഇനി 22/7ലെ 22 ഡേ ആയും 7 മന്ത് ആയും വെച്ചുകൊണ്ടാണ് നമ്മൾ ജൂലൈ 22 ഈ ഒരു പൈ അപ്രോക്സിമേഷൻ ഡേ അല്ലെങ്കിൽ കാഷ്വൽ പൈ ഡേ ആയി ആചരിക്കുന്നത്. ഇനി എന്താണ് ഈ പൈ എന്ന് പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന 3.14, 22/7 എന്ന വാല്യൂസ് ഒഴിവാക്കി കഴിഞ്ഞാൽ പൈ എന്ന് പറയുന്നതിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. പൈ എന്ന് പറയുന്നത് ചെറുതോ വലുതോ ആയ ഏതൊരു സർക്കിൾ എടുത്താലും അതിന്റെ സർക്കംഫറൻസ് അഥവാ ചുറ്റളവിനെ അതിന്റെ ഡയമീറ്റർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഒരു മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റ് ആണ്. നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്ന ഈ പൈയുടെ വാല്യൂസ് ആയ 3.14ഉം 22/7ഉം ഇതല്ല ആക്ച്വൽ പൈയുടെ വാല്യൂസ്. അതായത് ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂസ് മാത്രമാണ്. ശരിക്കും പൈ a/b ഫോമിൽ എഴുതാൻ സാധിക്കാത്ത നോൺ ടെർമിനേറ്റിംഗ് ആയ നോൺ റിക്കറിംഗ് ആയിട്ടുള്ള ഒരു ഇറാഷണൽ നമ്പർ ആണ്.